ഈ മൃതദേഹങ്ങളെല്ലാം ഒട്ടും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ശരീരഭാഗങ്ങളായിട്ടാണ് പലപ്പോഴും ഈ അന്വേഷണ സംഘത്തിന് ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതുവരെ 9 മൃതദേഹം കണ്ടെത്തി, അത് 8 ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് വിട്ടുകൊടുത്തു. പക്ഷേ പിന്നീട് കിട്ടിയിരിക്കുന്ന ഈ ശരീരഭാഗങ്ങൾ ആരുടേതാണ് എന്നതടക്കം അറിയേണ്ടതുണ്ട്. എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഡോഗ് സ്ക്വാഡ് ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലുകളൊക്കെയാണ് ഇന്നിപ്പോൾ അവിടെ നടന്നത്. ഹരീഷ് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി. ഹരീഷ്, ഇന്നിപ്പോൾ അടപടലം ആ പരിസരമാകെ ഇന്നിപ്പോൾ അവിടെ പരിശോധിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ രാവിലെ മുതൽ കാണുന്നത്. ശരീരഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളെയും ഈ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണോ നമ്മൾ കാണേണ്ടത്? മാത്രമല്ല ഈ ചൂട് കാലാവസ്ഥ അതല്ല ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീ പിടിച്ച് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതെന്ന് പെസോയുടെ കണ്ടെത്തൽ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു. മറിച്ച് എന്തൊക്കെ സാധ്യതകൾ എന്നത് വലിയൊരു ചോദ്യം തന്നെയായി മാറുകയാണ്. മാത്രമല്ല തൃശ്ശൂർ പൂരം എന്ന ആ ഒരു വികാരം, ഞാൻ മുൻപും പലതവണ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഓരോ പൂരം കഴിയുന്തോറും അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള. അതിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടാക്കിയ മുറിപ്പാട് അത് എങ്ങനെ നടത്തുമെന്നതടക്കം അതറിയാൻ പൂരപ്രേമികളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും തൃശ്ശൂർ പൂരം നടത്തും എന്നുള്ളൊരു കാര്യമാണ് ഇരു ദേവസ്വങ്ങളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാറമേക്കാവിൻ്റെ ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവും അറിയിച്ചിരിക്കുന്നു. പൂരം അത് കൃത്യമായി തന്നെ നടക്കും. വെടിക്കെട്ട് ഉണ്ടാവില്ല. വെടിക്കെട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ചടങ്ങുകളും കൃത്യതയോടുകൂടി തന്നെ നടത്തും എന്നുള്ള കാര്യമാണ്. അതായത് കുടമാറ്റം അടക്കമുള്ള എല്ലാ പരിപാടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം നടത്തും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും പറഞ്ഞത്. കാരണം ഇതിന് പിന്നണിയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുടനിർമ്മാണമായാലും ആലവട്ട വെഞ്ചാമര നിർമ്മാണമായാലും ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പണം ഇതിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു തൃശ്ശൂർ പൂരം നടത്തുക എന്നുള്ളത് പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ഭക്തരുടെയും അതുപോലെ തന്നെ ദേശക്കാരുടെയും ഈ പൂരപ്രേമികളുടെയും അതുപോലെ ദേവസ്വംകാരുടെയും എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണിത്. അത്തരത്തിലാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നത്. അതുകൊണ്ട് അത് മാനിച്ചുകൊണ്ടുള്ള പൂരം നടത്തുക തന്നെ ചെയ്യും. അത് നാളെ ഔദ്യോഗികമായി നടക്കുന്ന മീറ്റിംഗിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യം ഇരു ദേവസ്വങ്ങളും ആവശ്യപ്പെടും. അത്തരത്തിൽ പൂരം നടത്തണം, അതായത് വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള പൂരം ഈ വർഷം നടത്തണം എന്നുള്ളൊരു കാര്യമാണ് ഇരു ദേവസ്വവും ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ വേണം, അത് ഇല്ലാതെ അതായത് ചടങ്ങുകൾ മാത്രമായി നടത്തേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഈ ഒരു അപകടത്തെ തുടർന്നും അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇരു ദേവസ്വങ്ങളും പറയുന്നത് എന്നുള്ളതാണ്. അതേസമയം ഈ പ്രദേശത്ത് അപകടം നടന്ന പ്രദേശത്ത് നാളെയും തിരച്ചിൽ തുടരുന്നുണ്ട്. വിപുലമായ തിരച്ചിലില്ല, പക്ഷേ ചെറിയ രീതിയിൽ തിരച്ചിലുണ്ട്. കാരണം ഇനിയും എന്തെങ്കിലും അവശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യമാണ് ഈ മുൻനിർത്തിയാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുക. നാളെ ഉച്ചയോടുകൂടി തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് DGP അടക്കമുള്ള ആളുകൾ പറഞ്ഞു. മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. 18 അംഗങ്ങൾ ഉൾപ്പെടുന്ന അന്വേഷണ സംഘമായിരിക്കും ഉണ്ടാവുക. അത് കാരണം ഇത് ചൂടുകൊണ്ടല്ല ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് പെസോ അടക്കം പറഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 18 അംഗ സംഘം ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ അതിന് നിയോഗിച്ചിട്ടുണ്ട്. അവർ തുടർന്ന് അന്വേഷിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് DGP അടക്കം പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് അത് വലിയ ഒരു ദുരന്തം തന്നെയാണ് ഈ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായത്. ഈ ഒരു മുണ്ടത്തിക്കോട് ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ ഉണ്ടായ അപകടം. പക്ഷേ അതുകൊണ്ട് മാത്രം പൂരം പൂർണ്ണമായും നിർത്തിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇരു ദേവസ്വങ്ങളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും നാളെ നടക്കുന്ന യോഗത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുമെന്നുള്ളതാണ് ഇരു ദേവസ്വങ്ങളും ഇപ്പോൾ പറഞ്ഞു.